2023 ഓഗസ്റ്റ് 16 പാകിസ്ഥാനിലെ ജലൻവാലയിൽ നടന്ന കലഹത്തിന് കാരണക്കാരാണെന്ന് ആരോപിച്ച് പാകിസ്ഥാനിലെ സഹവാലിലുള്ള തീവ്രവാദ വിരുദ്ധ കോടതി ഐസാൻ ഷാൻ എന്ന ക്രൈസ്തവ യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപായി അദ്ദേഹം 22 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും 10 ലക്ഷം രൂപ പിഴയടയ്ക്കുകയും വേണമെന്നും കോടതി വിധിച്ചു. മതനിന്ദാപരമായ സന്ദേശം ഇഷാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നാരോപിച്ചാണ് കോടതിയുടെ ഈ നടപടി. ഖുറാനെതിരെ നിന്ദാപ്രചരണം നടത്തിയെന്നാരോപിച്ച് ഒരുപറ്റം ആളുകൾ പഞ്ചാബ് പ്രവിശ്യയിലുള്ള നിരവധി ക്രൈസ്തവ ഭവനങ്ങളും 26 ക്രൈസ്തവ ദേവാലയങ്ങളും തീയിട്ട് നശിപ്പിച്ചിരുന്നു. ജലൻവാലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പോലീസ് 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഐസാൻ ഷാൻ മറ്റാരോ നിർമ്മിച്ച മതനിന്ദാപരമായ സന്ദേശം സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെക്കുറിച്ച് പ്രതികരിച്ച പ്രദേശത്തെ ക്രൈസ്തവ സമൂഹം നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളും ഭവനങ്ങളും ആക്രമിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ തുടരുമ്പോൾ ഈ വിധിയിലൂടെ ഐസാൻ ഷാൻ ബലിയാടായി മാറുകയാണെന്ന് പറഞ്ഞു. ജലൻവാല സംഭവത്തിൽ ഒരു ക്രൈസ്തവ യുവാവിനെ മാത്രം കുറ്റക്കാരനായി കണ്ടെത്തി മരണശിക്ഷയ്ക്ക് വിധിച്ച നടപടി കടുത്ത അനീതിയാണെന്നും ഇത് പാകിസ്ഥാനിലെ മുഴുവൻ ക്രൈസ്തവരുടെയും സാങ്കല്പികമായ മരണമാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും ക്ലാസ് എന്ന പേരിലുള്ള ഒരു സർക്കാരിതര സംഘടന പ്രസ്താവിച്ചു. നിരപരാധികളെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മതനിന്ദയുടെ പേരിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയും സെനറ്റും അടുത്തിടെ പ്രമേയങ്ങൾ ഏകകണ്ഠമായി പാസാക്കിയിരുന്നു.